നമുക്കൊരു പൊതുവായ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, വെള്ളത്തിന്റെ വിതരണത്തിന്റെ കാര്യത്തിൽ ഇന്നുണ്ടായ ഒരു പ്രയാസം, ഉണ്ടാക്കുന്നതിലുള്ള ഒരു പ്രയാസം ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഞങ്ങളെല്ലാം മന്ത്രിതല ഉപസമിതിയുടെ ഭാഗമാണെങ്കിലും ഇന്ന് പത്രമാധ്യമങ്ങളിൽ, വിഷ്വൽ മാധ്യമങ്ങളിൽ ചിലതെങ്കിലും വന്ന വാർത്ത റവന്യൂ വകുപ്പ് നിരോധിച്ചതുകൊണ്ട് ഭക്ഷണം ആളുകൾക്ക് വിതരണം ചെയ്യാനായില്ല എന്നാണ്. അങ്ങനെ റവന്യൂ വകുപ്പിന് പ്രത്യേകമായിട്ട് ഒരു നിരോധനവും ഇല്ല. റവന്യൂ വകുപ്പിന് മാത്രമായിട്ടൊരു ഭക്ഷണ വിതരണവും ഇല്ല. എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഉപസമിതിയാണ് ഇവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആർമിയിലെ പ്രവർത്തകർ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അകത്തേക്കുള്ള ഭക്ഷണം പൂർണ്ണമായും ഹൈജീനിക്കായി ഗവൺമെന്റ് തലത്തിൽ തന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ നേരിട്ട് പരിശോധന നടത്തിയ ഭക്ഷണം അകത്തേക്ക് വിടാം എന്നുള്ള ധാരണയിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സേനാംഗങ്ങളും അകത്തേക്കുള്ള വളണ്ടിയർമാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഉൾപ്പെടെയുള്ളവരുടെ ഭക്ഷണം കൃത്യമായി അകത്തേക്ക് സപ്ലൈ ചെയ്യാവുന്ന വിധത്തിലുള്ള സൗകര്യം നമുക്കൊരുക്കാം. പുറത്ത് സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ ഒരു തടസ്സവും ഇല്ല. അവർ വിതരണം ചെയ്യട്ടെ. അത് തടസ്സപ്പെടുത്താൻ സർക്കാർ ലക്ഷ്യം വെക്കുന്നില്ല. നേരത്തെയും അങ്ങനെ ആലോചിച്ചില്ല. അകത്തുള്ളത് മാത്രം ഔദ്യോഗികമായ സംവിധാനങ്ങളിലൂടെ വിതരണം ചെയ്യണം എന്നാണ് സർക്കാർ കരുതിയിട്ടുള്ളൂ. പുറത്ത് വിതരണം ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തകരോട് പ്രത്യേകിച്ചൊരു തർക്കമോ തകരാറോ ഇല്ല. പക്ഷെ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഏരിയയ്ക്കുള്ളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ ദയവായി ശ്രമിക്കുക. വാഹനങ്ങൾ അവിടെ നിർത്തി നടന്നു വന്ന് ഇത് വിതരണം ചെയ്യുന്നതിൽ ഒരു വിരോധമില്ല. ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ പറയാൻ കാരണം, ഫുഡ് സപ്ലൈ വാഹനങ്ങൾ എന്ന പേര് വെച്ച് ധാരാളമായി വാഹനങ്ങൾ വന്നാൽ നിങ്ങളിവിടെ കാണുന്നതാണ് ഇവിടെ വന്ന് തിരിച്ചു പോകാൻ സാധ്യമാകാതെ വരും. അങ്ങനെ വരുന്ന ഭക്ഷണം അകത്ത് വിതരണം ചെയ്യണം എന്നാർക്കും നിർബന്ധമുണ്ടാകില്ല. അത് വിതരണം ചെയ്യേണ്ടതുമില്ല. ഒരാൾ പോലും ഭക്ഷണം കഴിക്കപ്പെടാതിരിക്കരുത് എന്ന് തന്നെയാണ് സർക്കാരിന്റെയും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഇതിൽ ഭരണപ്രതിപക്ഷമില്ല, ഇതിൽ വേറെ ഏതെങ്കിലും ജാതിമത വേർതിരിവുകളില്ല, രാഷ്ട്രീയമായ വ്യത്യാസമില്ല. പക്ഷെ ഇത്ര വലിയൊരു ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ക്ഷമാപണത്തോടെ ഇത്ര വലിയൊരു സംഘാടനത്തിലുണ്ടാകുന്ന സംഭവങ്ങളാണ് എന്ന് കരുതി ഒരു ദയാവായ്പും ക്ഷമയും ഒക്കെ കരുതേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇനി അങ്ങനെ ഇല്ലാത്തതൊരു പൊതു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അതിലൊരു തരത്തിലുള്ള പ്രയാസമില്ല. റൊട്ടികൾ ഡേറ്റ് കഴിഞ്ഞതാണ് എന്നൊരു വാർത്തയുണ്ട്. ഞാൻ രാവിലെ ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചതാണ്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചു എന്ന് എനിക്കറിയാം. ഗവൺമെന്റ് ഇന്ന് രാവിലെ, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ സംഘാടക, ഒഫീഷ്യലായിട്ടുള്ള സംഘാടകർ ഇന്ന് രാവിലെ മാത്രമല്ല ഇതുവരെ അങ്ങനെ ചെയ്യാത്ത ബ്രെഡ് എങ്ങനെ പൂക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടിയില്ല. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം കേടായ ബ്രെഡും അല്ലെങ്കിൽ ആ വിധത്തിലുള്ള റസ്കും ഒക്കെ വിതരണം ചെയ്തു എന്ന് പറയുന്ന വിധത്തിൽ ഉണ്ടായാൽ അതൊരു പ്രയാസകരമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും കേടായ ബ്രെഡോ കേടായ റസ്കോ സേഫ്റ്റി അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള സാധനങ്ങളെ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം നമ്മുടെ കയ്യിലുണ്ട്. ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നു. ആവശ്യത്തിന് ഭക്ഷണവും കൊടുക്കാൻ ഒരു വിലയില്ല. അകത്തുള്ളവരെക്കാൾ 1400-ലേറെ അധികം പാക്കറ്റുകൾ ഇന്ന് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു തർക്കത്തിനില്ല. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഇത്ര വലിയ ഒരു പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായതാണ് എന്ന് വിചാരിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണ വേണ്ട. ബെയിലി പാലത്തിനപ്പുറത്ത് ഞാൻ പറഞ്ഞാൽ പ്രശ്നബാധിത പ്രദേശത്ത് ഇവർ കണ്ടെത്തുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധിച്ചിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും പുറത്ത് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ളതിൽ പ്രത്യേക തടസ്സമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ അതൊരു പ്രധാന ഇനമാക്കി കരുതിയ ഒരു പ്രയാസത്തിലേക്ക് പോകരുത് എന്ന് മാത്രമേ കരുതുള്ളൂ.